വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മള് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് 3 മണിക്കായിരുന്നു കേട്ടോ ചെക്കിന്. അപ്പം നേരെ എയർപോർട്ടിൽ വന്ന് അവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പോയത് ടൈഗർ സൂയിലേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ജെംസ് ഡിസ്കവറിയും കൂടെ കവർ ചെയ്തതിന് ശേഷം നമ്മളൊരു 2 മണിയോട് കൂടി ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ഇപ്പം സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അത് കാണാൻ വേണ്ടി ഇറങ്ങാണ്. പിന്നെ പുറത്തേക്ക് ഒന്ന് പറ്റാച്ചാലും ഒന്ന് കറങ്ങണം, അങ്ങനെ ഓർത്ത് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രാവിലെ എയർപോർട്ടിൽ നിന്ന് റെഡി ആയതുകൊണ്ട് ഒന്നും കാണിച്ചു തരാനോ ഒന്നിനും ഞാൻ പറ്റിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് വൈറ്റ് കളർ ഹക്കോബയുടെ ടോപ്പും ഫോറസ്റ്റ് ഗ്രീൻ കളർ ഡെനിമിന്റെ ജീൻസും ആണ് കേട്ടോ. പിന്നെ ഫോറസ്റ്റ് ഗ്രീൻ കളർ തന്നെ ഷോളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റൈലിന് വേണ്ടി ഒരു ബ്ലാക്ക് കളർ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞാൻ കിട്ടിയതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് ബ്ലാക്ക് കളർ ഷൂ ആണ് ഇതിനോട് പെയർ ചെയ്തേക്കുന്നത്. പിന്നെ മേക്കപ്പ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളെ യാത്രയിലല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി പിരികോ ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ വാച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ പെയർ ചെയ്തേക്കുന്നത് ഈ ഇയറിങ്സ് ആണ് കേട്ടോ. എയർപോർട്ടിൽ വെച്ച് കൈ കിട്ടിയത് പെട്ടെന്ന് എടുത്ത് റെഡി ആകാൻ വേണ്ടിയിട്ടാ കേട്ടോ. പിന്നെ ഈ ബാംഗിളും കൂടെ ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഒരു 5:30യോട് കൂടി ഞങ്ങൾ മാർക്കറ്റിൽ എത്തി കേട്ടോ. ഞങ്ങൾ വന്നേക്കുന്നത് വേൾഡിലെ തന്നെ ഫേമസ് അൽക്കസർ ഷോ കാണാനായിട്ടാണ്. അപ്പൊ അൽക്കസർ ഷോയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മാർക്കറ്റാണ് റൺവേ മാർക്കറ്റ്. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഈവനിങ് ടൈമിലാണ് കേട്ടോ ഓപ്പൺ ആകുന്നത്. ഒരു 5 മണിയോട് കൂടി എല്ലാം ഓപ്പൺ ആകും, നല്ല രീതിയിൽ ഓൺ ആകും. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നല്ല വൈബിലാണ് അവര് കടകളൊക്കെ ഓപ്പൺ ആക്കിയേക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ എല്ലാത്തരം ഫുഡ്സും കിട്ടും കേട്ടോ. എല്ലാ ഫുഡ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. മീറ്റായിട്ടും ചിക്കിങ്, ബാർബിക്യൂ, പിന്നെന്താ എല്ലാത്തരം മീറ്റ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന നല്ലൊരു മാർക്കറ്റാണ് റൺവേ മാർക്കറ്റ്. പിന്നെ ഇവിടെ കാണാനും നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ കയറിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഈവനിങ് സ്നാക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സ്നാക്ക് എന്ന ഒരു രീതിയിൽ കഴിച്ചിട്ട് കയറാം. ഷോ 1 മണിക്കൂർ മിച്ചമുണ്ട്, 1.5 മണിക്കൂർ അടുത്ത് അങ്ങനെ ഉണ്ട്. അപ്പം അത്രയും നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കണം, എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് മെയിൻ ഫുഡ് കഴിക്കാം. പിന്നെ മാർക്കറ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം, സമയമുണ്ടല്ലോ എന്ന് കരുതി കയറിയതാണ്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ ഷോ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, മീറ്റൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് അവർ എല്ലാത്തരം മീറ്റും ഉണ്ട് കേട്ടോ. പോർക്ക്, ബീഫ്, ചിക്കൻ, എല്ലാത്തരം മീറ്റും ഉണ്ട്. ഇത് കണ്ട കിടന്ന് കറങ്ങണ കണ്ട നമ്മുടെ ക്രൊക്കോഡൈലാണ്. പിന്നെ ഇങ്ങനെ ബാർബിക്യൂവിൻ്റെ പരുവത്തിൽ, ടിക്ക പരുവത്തിലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ രീതിയിൽ നമുക്ക് അവർ കുക്ക് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തരം ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ സീ ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാത്തരം സീ ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എല്ലായിടത്തും ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. എവിടെയും നമ്മൾ ചെന്നാലും ഏത് ഷോപ്പിൽ ചെന്നാലും അതിന് മുന്നിൽ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്, അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാത്തരം ഫുഡും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇത്. അപ്പം ഒരു 5 മണിയോട് കൂടി നല്ല രീതിയിൽ ഫുള്ളി ഇതെല്ലാം ഓണാവും. നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ ഇവിടെയുള്ളത് എല്ലാം തന്നെ. അപ്പം ഇതുണ്ട്, കൊഞ്ചും കക്കയും ഞണ്ടും എല്ലാം ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഈ കുറച്ച് ഭാഗത്തെ വീഡിയോസ് എന്താണ് വെർട്ടിക്കലായിട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ. ആൾക്കറിയില്ലായിരുന്നു, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഫോണായിട്ട് പോകുന്ന കണ്ടു. അപ്പം ഞാൻ കരുതി നന്നായി എടുക്കായിരിക്കുമെന്ന്. കുഴപ്പമില്ല, ഹൊറിസോണ്ടലായിട്ട് എടുക്കണതിന് വെർട്ടിക്കലായിട്ടാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഇതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നടന്നു. ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളറാണ് അവിടുത്തെ ഫ്രൂട്ട്സിന്, നല്ല ടേസ്റ്റും കേട്ടോ. ഞാൻ ട്രൈ ചെയ്തില്ല, എനിക്ക് പേരയ്ക്കയും മാംഗോയും ആണ് അവിടുത്തെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഇവിടെ സീ ഫുഡൊക്കെ ഇരിക്കണം കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് കേട്ടോ. പിന്നെ എല്ലാം തരം സ്ട്രീറ്റ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു കേട്ടോ. ഇതാണ് കേട്ടോ തായ്ലാൻഡിൽ നമ്മൾ അന്വേഷിച്ച് കിടന്ന മെയിൻ താരങ്ങള്. വണ്ട്, പൂച്ചി, പുഴു, പിന്നെന്താ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. വിട്ടില്, അങ്ങനെ എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതൊന്നും വാങ്ങി നമ്മൾ കഴിക്കാല്ല, ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ചൂസ് ചെയ്ത ഫ്രൂട്ട്സ് ആണ് കേട്ടോ, അതാണ് നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ തോന്നി കേട്ടോ. ഫ്രൂട്ട്സ് വാങ്ങി കേട്ടോ, ഫ്രൂട്ട്സ് കടയിൽ കയറി. അപ്പൊ നമുക്ക് അവിടെ ഈ ദുരിയാൻ എന്ന് പറഞ്ഞ പഴയില്ലേ, അതാണ് അവിടെ ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. അപ്പൊ നമ്മൾ അത് അവർ മിക്സ് ആയിട്ട് കേട്ടോ നമുക്ക് തരുന്നത്, ഇതുപോലെ മിക്സ് ആക്കിക്കൊണ്ടാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് എല്ലാത്തരം ഫ്രൂട്ട്സ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവരുടെ പേരയ്ക്കയും മാംഗോയും ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്നതൊക്കെ പോലെ തന്നെ ഉള്ള ടേസ്റ്റ്, അതിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത് പേരയ്ക്കയും മാംഗോയും ആണ് കേട്ടോ. ഇത് റെഡ്, ഇത് അല്ല അങ്ങനെ നോക്കട്ടെ. ഇതാ മധുര കൂടുതൽ നമ്മളെ നാട്ടിൽ അതിലും. ഇതിനാ ടേസ്റ്റ് വൈറ്റില്ല, അത് നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോ കാണാനായിട്ട് പോയി. കറക്റ്റ് 6:30 കൂടി ഞങ്ങൾ ഷോ നടക്കുന്ന അടുത്തെത്തി കേട്ടോ. ഇത് ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുത്തിട്ട് സീറ്റ് നമ്പർ ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ഇരിക്കാൻ. ഈ അൽക്കസർ ഷോ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഷോ ആണ് കേട്ടോ. വേൾഡിനെ തന്നെ വൺ ഓഫ് ദി ഫേമസ് കാബറെ ഷോ ആണ് അൽക്കസർ ഷോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പിന്നെ എല്ലാത്തരം സോങ്ങും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ തായ് കൾച്ചറും അവരുടെ ട്രഡീഷണൽ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് ഈ ഷോയുടെ സോങ് വരുന്നത്. പിന്നെ ഇന്ത്യൻ സോങ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ അവരുടെ സ്റ്റേജും ലൈറ്റിങ്ങും ഡ്രസ്സിങ്ങും എല്ലാം തന്നെ അടിപൊളിയാണ്. എനിക്കറിയില്ലായിരുന്നു, ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അതിവിടെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് വായോ.
ഈ ഷോയിൽ ഇന്ത്യൻ സോങ്ങും പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കയ്യടിയും കൂലൊക്കെയാണ്. കാരണം നമ്മൾ ഇന്ത്യൻസ് ആണ് കൂടുതൽ ഇവിടെ കാണാനുള്ളത് കേട്ടോ. ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോ ആണ് കേട്ടോ, അൽക്കാസർ ഷോ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണ് ട്രാൻസ്ജെൻഡേഴ്സിന് യാതൊരു വിലയില്ലാത്ത. ഇവിടുത്തെ സർക്കാർ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഴിവുകളെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ. ഇവരെ കണ്ടാലും നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. 1.5 മണിക്കൂർ എങ്ങനെയാണ് ഈ ഷോ പോയതെന്ന് അറിയില്ല, അത്രയ്ക്ക് എനിക്കിഷ്ടമായി. നമ്മൾ സമയം പോകുന്നത് അറിയില്ല, കണ്ടിരുന്ന് പോകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്ന് നിരന്ന് നിൽക്കും. നമുക്ക് ഇവരുടെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഇവരെ കൂടെ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് 100 ബാത്ത് കൊടുക്കണം. അല്ലാതെ ഇവരുടെ ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവരിങ്ങനെ നമ്മളെ വിളിക്കും കേട്ടോ, കൈകാട്ടി വിളിക്കും. നമുക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ 100 ബാത്ത് അവർക്ക് കൊടുക്കണം, അവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും. ഇവരെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നമ്മളാണേലും നോക്കി നിന്ന് പോകും, അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഒരുപാട് പേര് പൈസ കൊടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈകിട്ടത്തെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാമെന്നാണ് കേട്ടോ ഓർത്തത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാം ആദ്യം ഒന്ന് നടന്ന് കണ്ടു, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ നടന്ന് കണ്ടു. നല്ല ആംബിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരത്തോടു കൂടിയാണ് ഇതെല്ലാം ഫുള്ളി ഓൺ ആവുന്നത്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ എല്ലാം ആദ്യം ഒന്ന് നടന്ന് കണ്ടു കേട്ടോ ഞങ്ങൾ. അപ്പൊ മൊഞ്ചായിട്ടിരിക്കുന്നു. വത്തൽമുളക്, തക്കാളി, നാരങ്ങ, മുളക്, വത്തല്, പോർക്കാണത്, കോണും കൊഞ്ചം സീ ഫുഡാ. ക്രാബ്, ചിപ്പി, കക്ക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയത് ചിക്കൻ നൂഡിലും പൈനാപ്പിൾ ഫ്രൈഡ് റൈസും ട്രൈ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം നമുക്ക് വേണ്ടി അവർ തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഞങ്ങളത് വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവരുടെ കുക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് സെർവ് ചെയ്യുന്ന രീതിയാണേലും എല്ലാം നല്ല രസമുണ്ട്. അത് ചിക്കൻ നൂഡില്, ചിക്കൻ എഗ് നൂഡില്, ചിക്കൻ ഉണ്ട്. പൈനാപ്പിൾ വിത്ത് സ്ക്വിഡ് ഉണ്ട്. പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്, ട്രൈ ചെയ്ത് നോക്കാം. പൈനാപ്പിളിന്റെ ഫ്ലേവർ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ, ഇത് പൈനാപ്പിളാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. അങ്ങനെ ഇന്നത്തെ തായ്ലാൻഡിലെ ഫസ്റ്റ് ഡേ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സെക്കൻഡ് ഡേയുമായിട്ട് നാളെ കാണാം. നമ്മൾ പട്ടായ സിറ്റിയിൽ നിന്ന് ടുക്ടുക്കിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ വണ്ടിയാണ്. ഈ വണ്ടിയിലുള്ള യാത്ര വളരെ രസകരമാണ് കേട്ടോ. ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇത് സിറ്റിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ.